ഇന്ന് നമുക്ക് പൊതുസമൂഹത്തിന് ഗുണബോധോഷം ചർച്ച ചെയ്യാം. അങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്താലോ? ഓക്കെ. ബിഗ് ബോസ്, അതിൽ ഈ ഒരു സീസണിൽ ലെസ്ബിയനായ 2 പെൺകുട്ടികളുണ്ട്. ഒന്നിൻ്റെ പേര് നൂറ, ഒന്നിൻ്റെ പേര് ആദില, അങ്ങനെയാണെന്നോ പേര്. ഓക്കെ, എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരം ലെസ്ബിയൻ കപ്പിൾസ് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ചോദ്യം എനിക്ക് വ്യക്തമല്ല. മെസ്സേജ് എന്ന് പറയാൻ, അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ ജീവിതം എന്നുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള ഒരാളല്ല, അവർ മനുഷ്യരാണ്. എല്ലാ നമ്മളെ പോലെയുള്ള വ്യക്തികളാണ്. നമ്മളെ പോലെയുള്ള വ്യക്തികളാണ്. ഗേയോ ലെസ്ബിയനോ എന്നുള്ളതല്ല, LGBTQA+, പല പല, അതായത് നമ്മുടെ ഈ ലോകം, അതായത് നമ്മുടെ ഈ നമ്മൾ ജീവിക്കുന്ന ഈ വൈവിധ്യങ്ങളുള്ള ഭൂമി എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും ഒരുപോലെ ഉപയോഗിക്കാനും എല്ലാ തരത്തിലുമുള്ള മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകുന്ന ഒരു സ്ഥലമാണ്. അല്ലാതെ ഞാനോ നിങ്ങളോ മാത്രമല്ല മനുഷ്യർ. അല്ലാതെ നമ്മുടെ ഇപ്പോ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള മറ്റൊരു വിഭാഗമുണ്ട് അല്ലെ, ആൺ പെൺ എന്നൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു വിഭാഗം എന്നുള്ളത് കൂടി നമ്മുടെ ഡോക്യുമെന്റ്സിൽ കൂടി ഉൾപ്പെടുത്താൻ തുടങ്ങിയ ഒരു രാജ്യമാണിത്. അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി നടന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ വന്നിരുന്നിട്ട് ഇവരെ പോലുള്ളവർ എന്നുള്ളത്, ഞാൻ എല്ലാവരും ഒരുപോലെയാണ്. ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ജീവിതം, ഇപ്പം നമ്മളൊരു മെസ്സേജുകൾ നൽകുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളുടെ മക്കൾ, നമ്മുടെ തലമുറയൊക്കെ കണ്ടുപഠിക്കുന്നത്. പ്രത്യേകിച്ച് മീഡിയ, ഒരു പ്രശസ്തമായ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ചില കാഴ്ചകൾ കാണുമ്പോൾ, നമ്മൾ കാണാത്ത കാഴ്ചകൾ, ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്ക് കുറച്ച് വർഷങ്ങളായതേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ലെസ്ബിയൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങിയിട്ട്. അത്തരത്തിലുള്ള ആളുകളുടെ വിഷ്വൽസ് അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളിപ്പോൾ ചാനലിലൂടെ കാണുന്നു. അത്തരം വിഷ്വൽസുകൾക്ക് എങ്ങനെ പൊതുസമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും? എന്താണ് അവർ നൽകുന്ന ഒരു ഗുഡ് മെസ്സേജ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ശിവൻ ചേട്ടൻ അങ്ങനെ ചിന്തിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒരു നമ്മൾ ബിഗ് ബോസ് അല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കാനുള്ള കാരണം ബിഗ് ബോസ് അവിടെ വെക്കട്ടെ. ചിന്തിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഗതിയിൽ എൻ്റെ ഫാമിലിയിലൊക്കെ ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളില്ല. ഇത്തരത്തിൽ എന്ന് എടുത്തു പറയാൻ കാര്യം വേറൊന്നുമല്ല, ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകളില്ല. അതായത് എൻ്റെ സഹോദരി, എൻ്റെ ഭാര്യ ആണെങ്കിലും ഒക്കെ അവരൊക്കെ ഒരു പുരുഷനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നവരാണ്. ഒരു പെൺകുട്ടിയും തമ്മിൽ എൻ്റെ കുടുംബത്തിൽ അങ്ങനെയില്ല, ഞാൻ കാണുന്ന സമൂഹത്തിലും അങ്ങനെയില്ല. ഇപ്പോൾ ചെറുതായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത്, ഞാനായിരിക്കുന്നത് പോലെ ഷെബിൻ ചേട്ടൻ ആയിരിക്കണം, എൻ്റെ മനസ്സിലെ വികാരങ്ങളെ പോലെ താങ്കൾക്ക് ഉണ്ടായിരിക്കണം, എൻ്റെ മനസ്സിലുള്ള ഞാൻ കാണുന്ന കാഴ്ചകളിലൂടെ മാത്രമേ നിങ്ങൾ മറ്റൊരാളെ കാണാവൂ എന്നൊന്നുമില്ല. നമ്മൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത്, ഓക്കെ, നമ്മൾ രാജ്യത്ത് എന്ന് പറയേണ്ടത് എല്ലായിടത്തുമുള്ള മനുഷ്യർ. ഇപ്പോ എന്റെ സമൂഹത്തിൽ ഇങ്ങനെ ഇല്ല, ഇതൊക്കെ റയറായിട്ട് ഇപ്പൊ കണ്ടുവന്നു, അങ്ങനെയല്ല. പണ്ട് നമ്മൾ 9 എന്ന നമ്പർ ഇട്ട് ഒരു വിഭാഗത്തെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ശിഖണ്ഡികൾ എന്നുള്ളൊരു നാമത്തിൽ വിളിച്ചിരുന്നു. അതിപ്പോ വിളിക്കുന്നത് പോലും തെറ്റാണ്. അങ്ങനെയുള്ള മനുഷ്യർ ആ കാലത്തെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊരു ട്രെൻഡ് അല്ലായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ഇത്തരത്തിൽ ഉള്ള സ്വഭാവമുള്ള അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ സമയത്ത് കൗതുകമാണെങ്കിലും നമ്മൾ അവരെ ഒരു രണ്ടാം കിട വ്യക്തികളായി കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പിന്നീട് അവർ അതിൽ നിന്ന് അതിജീവിച്ചു. അതായത് നമ്മൾ ഈ പണ്ട് ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം വന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് വന്നത്? ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്ന സവർണരായ ഹിന്ദുക്കളും ബാക്കിയുള്ളവർക്ക് പോകാൻ കഴിയാത്ത, അല്ലെ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പോകാൻ കഴിയാത്തവരുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ നവോത്ഥാനത്തിലൂടെ നമ്മൾ അതിനെ മുന്നേറി ആ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു, കാരണം അവരും മനുഷ്യരാണെന്നുള്ളൊരു ബോധമാണ് അതിൽ, അല്ലെ. അതിനു മുൻപ് അവർ അടിമകളാണെന്നുള്ള ബോധത്തിൽ നിന്ന് അവർ മനുഷ്യരാണെന്ന ബോധത്തിലാക്കിയാണ് അത് വന്നത്. ഇത് ആരുടെയെങ്കിലും തെറ്റാണോ? അല്ല. അവർ അടിമകളായി ജനിച്ചതോ അവരങ്ങനെ ജീവിച്ചതോ ആരുടെയും തെറ്റല്ല. അവരെ നവോത്ഥാനം ചെയ്യപ്പെട്ടെടുത്തതാണ്. പിന്നീട് നമ്മൾ അതുപോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് അതുപോലെ തന്നെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നാലും, ഇപ്പൊ ചേട്ടൻ പറയുന്ന ലെസ്ബിയൻ മാത്രമല്ലല്ലോ, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ അവരെ എത്തിപ്പെടുത്താനുള്ള സർക്കാർ പ്രോഗ്രാംസ് തന്നെയുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവര് സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു പുരുഷനോ ഒരു സ്ത്രീയോ എപ്പോഴെങ്കിലും വിചാരിക്കുമോ, ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയുടെ, ഞാനൊരു പുരുഷനാണ് പക്ഷെ എനിക്കൊരു സ്ത്രീയുടെ സ്ത്രൈണഭാവം വേണമെന്നോ, ഒരു പുരുഷൻ ഒരു സ്ത്രീ ഒരു പുരുഷ സ്വഭാവം വേണമെന്നോ സ്വന്തമായി വിചാരിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് അവരുടെ അവരുടെ ജൈവപരമായിട്ടുള്ള ബയോളജിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. അവരുടെ സ്വന്തമായ കാര്യം പ്രോബ്ലം ആണെന്ന് അംഗീകരിക്കുന്നുണ്ട്.
അതൊരു പ്രോബ്ലം എന്നത് പറയാൻ അവർ ഡിഫറെന്റ് ആണ്. പറഞ്ഞതാണല്ലോ, അതായത് നോർമൽ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായി ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. പ്രശ്നങ്ങൾ എന്നുള്ളതല്ല, അവരുടെ ഹോർമോണൽ ചേഞ്ചസ്, അവരുടെ ചിന്തകൾ, അവരുടെ അതായത് നോർമൽ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നോർമൽ മനുഷ്യർ അബ്നോർമൽ മനുഷ്യർ എന്നുള്ളതല്ല, അവര് പൂർണ്ണമായി മനുഷ്യരാണ്. അവരുടെ ചിന്തകളും ഹോർമോൺ ചേഞ്ചസുമാണ് ഞാൻ പറയുന്നത്. അവരുടെ ചിന്തകളും ഹോർമോൺ ചേഞ്ചസിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതല്ല. അവിടെയാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാവുന്നത്. കാര്യം എനിക്കോ മാർലവയ്ക്കോ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അവരെന്തെങ്കിലും ഡിഫറെന്റ്ലി ഇതായിട്ടുള്ള ആൾക്കാരെന്നാണോ? അതാണ് മാർലവ പറഞ്ഞു വരുന്നത്. നേരത്തെ പറഞ്ഞെന്താണ്? അങ്ങനെയല്ല, അതായത് ഒരു മനുഷ്യന് ഉണ്ടാകുന്ന അവരുടെ കാരണം അല്ലാതെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ നോർമലി അല്ല, അതൊരു പ്രശ്നമായിട്ട് തന്നെ വരികയാണ്. ചേഞ്ചസ് ആണ്. നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. നല്ലതോ ചീത്തയോ എന്ന് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളില്ലല്ലോ. കാരണം എന്റെ സഹോദരനോ സഹോദരിക്കോ ഇത് സംഭവിക്കില്ല എന്ന് എനിക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ഞാൻ ചോദിച്ചതല്ല, അത് മാർലിയുടെ കാഴ്ചപ്പാടിൽ ശരിയോ നല്ലതാണോ ചീത്തയാണോ അങ്ങനെ പറയാൻ നമുക്ക് എങ്ങനെ കഴിയും? അതായത് ആൻസർ ഇല്ല. അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, അത് ആൻസർ ഇല്ലാത്തതല്ല. ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാതെ ഞാൻ ഒരു കുട്ടി, എന്റെ ഒരു സ്റ്റാഫ് അവർ ബൈസെക്ഷൽ ആണെന്ന് അറിയാതെ ഞാൻ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂറോളം ഞാൻ പുള്ളിയായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കരുതുന്നു ഇവർക്ക് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവർക്ക് അല്ലെങ്കിൽ ഒരു ബൈസെക്ഷുവാലിറ്റി തോന്നുന്നത്, ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവർക്ക് ഒരു ലെസ്ബിയൻ എങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു, എങ്ങനെ തോന്നും, ഇത് എങ്ങനെ സംഭവിക്കും എന്നൊക്കെയായിരുന്നു നമ്മളെല്ലാവരും, ഞാൻ സ്വന്തമായിട്ട് ചിന്തിച്ചിരുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഇവരിലുണ്ടായ മാറ്റങ്ങൾ ഇവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതായത് കുഞ്ഞുനാള് മുതലേ ഞാൻ ഒരു ഡിവൈഎഫ്ഐയുടെ ഇപ്പോഴത്തെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. പുള്ളി ഇന്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ കാര്യം, അവരിപ്പോ സ്ത്രീയാണ്, ഒരു പുരുഷനായി ജനിച്ച വ്യക്തിയാണ്. അപ്പൊ അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഞാനൊരു +2 ഒക്കെ പഠിക്കുമ്പോഴേ എനിക്ക് കൂടുതൽ ഉടുക്കാൻ ഇഷ്ടം എൻ്റെ കസിൻസിന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ഒക്കെ സാരി, ചുരിദാർ ഇതൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയായിരുന്നു. ഇങ്ങനെ പറയാം, ഇത് ആരുടെ പ്രചോദനം കൊണ്ടാണ് ആ കുട്ടിക്ക് ഉണ്ടായത്? അതായത് അവരുടെ ശാരീരികമായ ഒരവസ്ഥയാണ് അല്ലെ, അവരുടെ അവസ്ഥയാണ്. അതിനെ നമ്മൾ രോഗാവസ്ഥ എന്നുള്ളതല്ല, അതൊരവസ്ഥയാണ്. അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചസിലൂടെയോ അവരുടെ ചിന്താ രീതികളിലൂടെയോ ഉണ്ടായി പോയതാണ്. അവരുടെ ശാരീരികമായ ജനിതകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ അങ്ങനെയാണ് ജനിതകം എന്ന് പറയും. ജനിതകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പല അവസ്ഥകൾ നമുക്കുണ്ടാകും, ജനിതകമായിട്ട് പല അവസ്ഥകൾ നമുക്കുണ്ടാകും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, പല അവസ്ഥകളിലൂടെ ഒരു കുട്ടി കടന്നു പോകും. അങ്ങനെ ഉണ്ടാകുന്ന അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ അതിനെ ഇത് തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർ മനുഷ്യരല്ലെന്നോ അവർ നമ്മളിൽ നിന്ന് വിഭിന്നരാണെന്ന് പറയുന്നത് ജനിതകമായി അവർക്കുണ്ടാകുന്ന ഒരു ലിംഗം അവർ മറ്റൊരു ലിംഗത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, ആ മാറ്റത്തെ എനിക്ക് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് ഞാൻ മനുഷ്യരല്ല, ഇത്തരത്തിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞ കോമൺ വേർഡ് ആണല്ലോ, അതിനെ നമുക്ക് ഡിബേറ്റ് വേണ്ട. അവരും മനുഷ്യർ, എല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ബിഗ് ബോസിലെ നാദില, നൂറ, അവരെ കുറിച്ച് നമുക്ക് പറയാം. ആക്ച്വലി അവരുടെ ഒരു ജീവിതം എന്താണ് പൊതുസമൂഹത്തിൽ നിന്നൊരു മെസ്സേജ് എന്നാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. അതിലേക്ക് മെസ്സേജ് എന്ന് പറയുന്ന തരത്തിലേക്ക് വരാനായിട്ട് എനിക്ക് അറിയില്ല മെസ്സേജ് എന്താണ് ഒരു അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു ഷോ. എനിക്ക് പറയാൻ കഴിയും അവർ മുഖേന ലോകത്തിന് നല്ലൊരു മെസ്സേജ് കിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയും. ഓ മൈ ഗോഡ്, എന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരിക്കലും പറയരുത്. അവർ മനുഷ്യരല്ലേ. അല്ല, നമുക്ക് മനുഷ്യർ എന്ന രീതിയിൽ ഡിബേറ്റ് വേണ്ട. ഞാൻ ചോദിച്ചത് അവരുടെ ലെസ്ബിയൻ ചിന്താഗതി ലോകത്തിന് എന്ത് ഗുണമാണ് നൽകുന്നുള്ളതാണ്. എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ളത്. ഞാൻ അവരുടെ കാര്യമല്ല, അവരില്ല, ഞാൻ ലെസ്ബിയനെയാ പറയുന്നത്. അതായത് ഇപ്പോ ചേട്ടൻ പറയുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള 2 പേഴ്സൺസിനെ, ഒരു ആണിനോ പെണ്ണിനോ മാത്രം ജീവിക്കാനുള്ള ജീവിതം മാത്രമല്ലല്ലോ ഈ ലോകം. ഞാൻ പറഞ്ഞില്ല, അതാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഉറുമ്പിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആർക്കാണെങ്കിലും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം, അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിക്കുന്നത്. ലെസ്ബിയൻ ജീവിതങ്ങൾ കൊണ്ട് എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോ മനുഷ്യനും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. അപ്പൊ അവരുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. വീണ്ടും ചോദ്യം ഒഴിഞ്ഞു മാറുകയാണ്. അല്ല, ഞാൻ ആ ചോദ്യം ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? മനസ്സിലായി. ആൻസർ പറയൂ. ഇത് തന്നെയാണ് ഉത്തരം.
അവരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ അവരുടെ വികാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടില് അല്ലെ. അവർക്ക് ഒരു പെണ്ണിനോടാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ഉരുളാണ് എനിക്ക് തോന്നുന്നു സീരിയസ്ലി. മറ്റുള്ളവർ എന്താണ് ഷെബിൻ ചേട്ടൻ എന്താണ് നമ്മുടെ സമൂഹത്തിന് നന്മ നൽകുന്നത്? തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് എന്റെ ജോലിയുടെ കാര്യം ഞാൻ പറഞ്ഞത് പ്രവർത്തിച്ചുകൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാനും ചാരിറ്റി മുഖേന പലരും സഹായിക്കാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്ന നന്മയും ഞാൻ ചെയ്യുന്ന ഒരു മെസ്സേജുമാണ്. ഓക്കെ പറയട്ടെ, ഞാൻ മെസ്സേജ് എന്റെ ചോദിച്ചില്ല എന്താ മെസ്സേജാണ്, എന്ത് ഗുണമാണ് സമൂഹത്തിന് വേണ്ടി ഞാൻ എന്റെ അടുത്ത് ചോദിച്ചതിനെ മറുപടി പറയണ്ടേ. എന്റെ ലൈഫ് കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് അതാണ്. ഗാന്ധിജി പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ വഴിയും, നിങ്ങൾ അത് കണ്ട് പഠിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഓരോരുത്തരുടെ ലൈഫിലും സമൂഹത്തിന് ഓരോ മെസ്സേജ് കൊടുക്കണം. മാർലി എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? എന്ത് ഗുണമുള്ള കാര്യമാണ് മാർലി ചെയ്തിട്ടുള്ളത്? ഞാൻ മാധ്യമ പ്രവർത്തനത്തിൽ എന്താ ചെയ്തിട്ടുണ്ട്? 8 വർഷത്തോളം മാധ്യമ പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയാണ്. എന്നിട്ട് ആർക്ക് എന്ത് ഗുണം കിട്ടി? ഞാൻ ചെയ്ത വാർത്തകളിലൂടെ ഒരുപക്ഷെ ഈ ഡിബേറ്റ് ആയിരുന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, പിള്ളേരുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തിട്ടുണ്ട്, സർക്കാർ ഇടപെടൽ എന്റെ വാർത്തകളിൽ എനിക്കുള്ള ആൻസർ കിട്ടി. മാർലിവെ കൊണ്ട് അങ്ങനെയുള്ള ചില ഗുണങ്ങൾ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട്, എന്നെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ലെസ്ബിയൻ ആളുകളെ കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിൽ കിട്ടിയത്? ചേട്ടൻ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫ് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടിയത്? ഒരു മിനിറ്റ് ചേട്ടൻ പറയുന്നത് പ്രൊഫഷണലി ഉള്ള ഗുണങ്ങളാണ് അല്ലെ. ഇത് നാളെ ആ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നാളെ ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ പ്രവർത്തകയോ ആയാൽ ഈ ഗുണങ്ങൾ ഇതേ കാര്യത്തിന്റെ ഇതേ അളവിൽ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഇതല്ല ആൻസർ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ല, മാറിയുടെ ചോദിച്ചത് എന്നെ കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിലുണ്ട്? എന്റെ ഗുണമാണ് അത്. മറ്റൊരു കാര്യം എന്റെ പേഴ്സണൽ ലൈഫ് കൊണ്ട് പറയാം. ഞാനൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു, കുടുംബമായിട്ട് ജീവിക്കുന്നു, ഇനി മക്കളുണ്ട്, അവരെ നാളെ അതുപോലെ ജീവിച്ചു പോകുന്നുണ്ട്. നേരെ മറിച്ച് ഈ ലെസ്ബിയൻ ചിന്താഗതിയുള്ള ഒരു 2 പെണ്ണുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ എല്ലാവരും ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ എല്ലാവരും ജീവിക്കില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, മെസ്സേജ് അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ജീവിച്ചു തുടങ്ങിയാൽ താങ്കൾക്ക് ഒരു കുഞ്ഞുണ്ടായതാണ് മെസ്സേജ്. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞതല്ല, വിവാഹ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണ്. 2 പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത്? അവരുടെ സന്തോഷമുണ്ടല്ലോ, ആ 2 പേഴ്സൺസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ആയാൽ എന്താണ് പിന്നെ ലോകം എന്ന് പറയുന്നത്? നിങ്ങളുടെ ലോകത്തുള്ള എല്ലാവരും അങ്ങനെയാണോ? അങ്ങനെ ആയാൽ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ മാർലിവയും എന്നെ പോലുള്ള ആളുകൾ വിവാഹം കഴിച്ച് നല്ലപോലെ ജീവിക്കുന്നുണ്ട്, പാരമ്പര്യമായി അല്ലെങ്കിൽ തലമുറകൾ ഉണ്ടായി മുമ്പോട്ട് പോകുന്നുണ്ട്. 2 പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ അങ്ങനെ വിവാഹം കഴിച്ചുമ്പോൾ മെസ്സേജ് കൊടുക്കും. ഞാൻ അൾട്ടിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തുള്ളത് ഞാൻ പറഞ്ഞത് മാർലിവയ്ക്ക് മനസ്സിലാവുന്നില്ല. അൾട്ടിമേറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അൾട്ടിമേറ്റിലേക്ക് പോവാണ്. അങ്ങനെയെങ്കിൽ എന്ത് മെസ്സേജ് ലോകത്തിന് ഇവർക്ക് കൊടുക്കാൻ കഴിയും? അതെ, താഴെയിലേക്ക് പോവാണ്, നമ്മൾ താഴ്ചയിലേക്ക് പോവുകയാണ്, ചിന്താഗതി താഴ്ചയിലേക്ക് പോവുകയാണ്. ഞാനത് വളരെ ബ്ലണ്ടർ ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ബ്ലണ്ടറാണ് അത്തരം കാര്യങ്ങൾ. അതായത് താങ്കൾ ചോദിക്കുന്നത് ഇവര് എന്ത് സമൂഹത്തിന് മെസ്സേജ് നൽകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മെസ്സേജ് നമ്മുടെ ജീവിതത്തിലൂടെ നൽകാൻ പറ്റും അതെല്ലാവർക്കും നൽകാൻ പറ്റും. ഒരു കുട്ടി ഉണ്ടാകാത്തതാണ് അവരുടെ മെസ്സേജ് നൽകുന്നതിനുള്ള ഒരു പ്രശ്നമെങ്കിൽ, കുട്ടി ഇല്ലാതെ മാതാപിതാക്കൾ എത്രയോ പേരുണ്ടല്ലേ, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തവരുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വമായി കുഞ്ഞുങ്ങളെ മാറ്റി വെക്കുന്നുണ്ട്. അവരൊന്നും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അങ്ങനെയുള്ളവരൊക്കെ വേറെ ഏതെങ്കിലും ചെയ്യണോ? മാത്രമല്ല, നമ്മുടെ ലോകത്ത് എന്തുമാത്രം വൈവിധ്യങ്ങൾ നിറഞ്ഞ മനുഷ്യരും വൈവിധ്യങ്ങൾ നിറഞ്ഞ ജീവജാലങ്ങളും സസ്യജാലങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഉള്ളതും അടങ്ങുന്നതാണ് ഈ ലോകം. അതിൽ നിങ്ങൾ പാടില്ല, ഞങ്ങൾ പാടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ എല്ലാവരും കുഞ്ഞുങ്ങളും ഉണ്ടായി കുടുംബത്തോടെ ജീവിക്കണം. ഇതൊന്നും ചിന്തിക്കേണ്ട. ഒന്നാമത് ആ കാലഘട്ടം കഴിഞ്ഞു. ഈ ഏതോ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരുടെ കാലഘട്ടം എന്ന് പറയാം. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇത് ഷെബിൻ ചേട്ടൻ ആധുനിക മനുഷ്യൻ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ മൈത്രേനുമായിട്ട് നടത്തിയ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തെ എത്രത്തോളം ഇത് ചെയ്യാമോ, അതായത് ഈ മതം, മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ രീതികള് എല്ലാവർക്കും ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മുടെ ചിന്താരീതികള്, മതവും നമ്മുടെ മനുഷ്യത്വവും എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. അതിന് ചോദ്യം ചെയ്യാൻ ഹൂ ആർ യു, നിങ്ങൾ ആരാണ് അത് ചോദ്യം? നമ്മൾ ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അവരുടെ ഈ ലോകത്ത് ഞാൻ നേരത്തെ ആദ്യം ഒരു കാര്യം പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്, ഈ ലോകത്ത് ഉറുമ്പിനാണെങ്കിലും മനുഷ്യനാണെങ്കിലും അവർ ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അനുവാദം ലോകത്തുണ്ട്. എന്റെ ചോദ്യം ആദ്യമേ തൊട്ട് ചോദിക്കുന്ന ചോദ്യം, ഇത്തരത്തിലുള്ള ആളുകൾ എടുത്ത് തന്നെ പറയും, ആളുകൾ ലോകത്ത് നൽകുന്ന മെസ്സേജ് എന്താണെന്നുള്ളത്. ഒരു മെസ്സേജും ഇല്ല, ഒരു മെസ്സേജും ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രത്യേക വൈകൃതപരമായ സെക്ഷുവൽ ഇഷ്ടത്തിന് വേണ്ടി മാത്രം
അവരതിനെ ഉപയോഗിക്കുന്നത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് അങ്ങനെ പറയാനുള്ളത്. ഏകപക്ഷീയമായിട്ട് പറയാൻ അല്ല, കഴിയുന്ന എന്റെ കാഴ്ചപ്പാട് അതാണ്. മെഡിക്കൽ സയൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിലും ഹോർമോൺ ചേഞ്ചസിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നാളെ നമ്മൾക്ക് അറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഇത്തരത്തിൽ ജനിക്കില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. എനിക്കുണ്ടാകുന്ന നാളെ എൻ്റെ കുഞ്ഞിന്റെ അവസ്ഥ ജനറ്റിക്കലി ആ കുഞ്ഞ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലും നമ്മൾ ഇത്രത്തോളം അതിനെ അധിക്ഷേപിക്കുന്ന അത് അവരുടെ തെറ്റുകൊണ്ടല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർ എന്ത് തെറ്റ് ചെയ്തു? അവർ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ഒരു സ്ത്രീയോ പുരുഷനോ ആയി അവരുടെ മക്കളാണ്. അല്ല, അവിടെ മറ്റൊരു ഡിബേറ്റിനുള്ള ഒരു വിഷയമാണത്. എന്തുകൊണ്ട് അവരങ്ങനെ ആവുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നുള്ളത് എനിക്കറിയില്ല. പറയൂ. അല്ല, അത് ഞാൻ എനിക്കറിയില്ല. അതൊരു ഡിബേറ്റിനുള്ള വിഷയമാണ്. നമ്മുടെ കാര്യം ഹോർമോൺ ചേഞ്ചസ് ആണോ, അവരുടെ മാനസിക വൈകൃതമാണോ, അല്ലെങ്കിൽ വൈകല്യമാണോ, അല്ല മാനസിക വൈകല്യമാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിഷയം, ആ വിഷയത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അത് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. മാനസിക വൈകൃതം എന്നല്ല പറയുന്നത്. മാനസിക വൈകൃതം ഒന്നുമല്ല. ബയോളജിക്കലി അവർക്ക് ഉണ്ടാകുന്ന ചില ഡിഫറൻസസ് മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതാണ്. മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ കാഴ്ചപ്പാടിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലോകത്തിന് നല്ലൊരു മെസ്സേജ് നൽകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട് പറയാനുള്ളത്. എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെ വിചാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാം.